എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഹീറോ അവന്റെ ലോങ് സ്ലീപ്പിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ഷോക്ക്. ഞാനിപ്പോ എവിടെയാ, എനിക്ക് എന്താ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് അവന്റെ ബോഡിയിൽ പറ്റിയ പരിക്കുകളിലേക്ക് നോക്കും. അത്ഭുതം എന്ന് പറയട്ടെ, അവന്റെ ബോഡിയിലാണെങ്കിൽ ഇപ്പോ ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല. അവന്റെ ബോഡിയിൽ പറ്റിയിരുന്ന ആ ഒരു പരുക്കുകളെല്ലാം തന്നെ ഹീലായിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഞാനെങ്ങനെ ഇവിടേക്ക് എത്തി? എനിക്ക് ആരാ ട്രീറ്റ്മെന്റ് തന്നെ എന്ന് ഒരുപാട് ചോദ്യങ്ങൾ അവനോട് തന്നെ ചോദിക്കുകയാണ്. ഇച്ചിഗോ അങ്ങനെ മുഴുവനായിട്ടും വണ്ടർ അടിച്ചിരിക്കുമ്പോഴായിരിക്കും തോഷിറോ അവിടേക്ക് ഫ്ലൈ ചെയ്ത് വരിക. തോഷിറോ ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ ഇപ്പൊ ഇച്ചിഗോയോട് അവനോടൊപ്പം വരാനായിട്ട് പറയും. നമുക്ക് എത്രയും വേഗം ഒരിടം വരെ പോകണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇച്ചിഗോയും കൂട്ടി ഇപ്പൊ ഒർഹിബയുടെ വീട്ടിലേക്ക് വരും. അവിടെ റുക്കിയയും ബാക്കിയുണ്ടായിരുന്ന സോൾ റിപ്പേഴ്സും എല്ലാവരും ഒന്ന് ചേർന്നിരിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അപ്പോഴും യാതൊരു ഐഡിയയും കിട്ടില്ല. എന്താ ഇവിടെ നടക്കണമെന്ന് ചിന്തിച്ച് അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഹീറോ ആണെങ്കിൽ ചുറ്റും നോക്കും. അവിടെ എവിടെയും ഒർഹിബയെ കാണാനില്ല. മാത്രമല്ല അവനാണെങ്കിൽ എല്ലാവരുടെയും മുഖത്തെ ടെൻഷനും പേടിയൊക്കെ കണ്ട് ടെൻഷൻ ആവാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം മോണിറ്ററിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒക്കിത്താക്കി ആള് കണക്ട് ആവുകയാണ്. ഒക്കിത്താക്കി ആണെങ്കിൽ അവരോട് പറയും, നിങ്ങളുടെ സംശയം അത് ശരിയാണ്. ഒർഹിബയെ അവളെ കാണാനില്ല. അവൾ സോൾ സൊസൈറ്റിയിൽ നിന്ന് ഹ്യൂമൻ വേൾഡിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് അവൾക്ക് എന്തോ സംഭവിച്ചു. ഇപ്പൊ അവള് സോൾ സൊസൈറ്റിയിലും ഇല്ല, ഹ്യൂമൻ വേൾഡിലും ഇല്ല. എന്റെ സംശയം ശരിയാണെങ്കിൽ ആരോ അവളെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. എത്രയും വേഗം അവളെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും അവളുടെ ജീവന് തന്നെ ആപത്തായിട്ട് ഭവിക്കും. ഹീറോയ്ക്കാണെങ്കിൽ അത് കേൾക്കുന്നതോറും അവന്റെ ഹാർട്ട് ബീറ്റും ടെൻഷനും ഒക്കെ കൂടി വരും. അവനും ഇപ്പോൾ ഒർഹിബയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഒക്കിത്താക്കി ആണെങ്കിൽ വീണ്ടും പറയും, ആക്ച്വലി സോൾ സൊസൈറ്റിയിൽ നിന്നും അവൾ ഹ്യൂമൻ വേൾഡിലേക്ക് പോയതാണ്. പക്ഷേ പോകുന്ന വഴിയിൽ എവിടെ വെച്ചോ അവൾക്ക് എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്. അവളുടെ കൂടെ ഉണ്ടായിരുന്ന സോൾ റിപ്പേഴ്സ് അവരിപ്പോ തിരികെ എത്തി. പക്ഷേ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാനായിട്ട് കഴിയുന്നില്ല. അവൾ യാത്ര ചെയ്ത വഴി അത് ഞാൻ ചെക്ക് ചെയ്തു. അവിടെ ഒരു അരങ്കാറിനെ എനിക്ക് സെൻസ് ചെയ്യാൻ കഴിഞ്ഞു. ഒരുപക്ഷെ അരങ്കാർ അവളെ കൊന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവളെ അവര് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവാം. അത് കേട്ട് നമ്മുടെ ഹീറോ അവൻ ഷോക്കായി ഒക്കിത്താക്കിയോട് പറയും, ഒരു കാരണവശാലും അവൾ മരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. ഇന്നലെ നൈറ്റ് ഞാൻ അവളുടെ പവർ സെൻസ് ചെയ്തതാണ്. എനിക്ക് ഉറപ്പുണ്ട് അവളുടെ പവർ തന്നെയാണ് എന്നെ ഹീൽ ചെയ്തതെന്ന്. അതെനിക്കിപ്പോഴും ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് കേട്ട് ഹെഡ് ക്യാപ്റ്റൻ മൊട്ട ആളിപ്പോ അവിടേക്ക് വന്ന് ഇച്ചികയോട് തീർത്തു പറയും, ഒരു കാരണവശാലും ഇനി നീ ഒർഹിബയെ കുറിച്ച് ഓർക്കാനായിട്ട് പാടില്ല. അവൾ ഇനി നമ്മുടെ ടീമിലെ മെമ്പർ അല്ല, നിന്റെ ഫ്രണ്ടും അല്ല. അവളിപ്പോ ആ ഹോളോ വേൾഡിൽ എത്തിയിരിക്കും, അല്ലെങ്കിൽ ആ ഹോളോസ് അവളെ കൊന്നു കളഞ്ഞിരിക്കും. അവൾ വെറും ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആണ്. അതുകൊണ്ട് തന്നെ അരങ്കാരുടെ കയ്യിൽ അവൾ പെട്ടുപോയാൽ പിന്നീട് ഒരിക്കലും അവൾക്ക് പഴയ ഒർഹിബയാവാൻ കഴിയില്ല. സോ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ അതിനി നിങ്ങൾ കാത്തു സൂക്ഷിക്കരുത്. മാത്രമല്ല ഒരു കാരണവശാലും അവളെ അന്വേഷിച്ച് പോകാനായിട്ട് പാടില്ല. അത് കേൾക്കേണ്ട താമസം കൺട്രോൾ പോയ നമ്മുടെ ഇച്ചിഗോ അവനാണെങ്കിൽ ആ സീനിയർ ക്യാപ്റ്റനെ ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതുകൊണ്ട് റാഞ്ചി ആണെങ്കിൽ അവനെ തടയും. റാഞ്ചി ആണെങ്കിൽ ഇപ്പോ സീനിയർ ക്യാപ്റ്റനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യും, നമുക്ക് ഒരേ ഒരു തവണ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചൂടെ? പക്ഷെ സീനിയർ ക്യാപ്റ്റനാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ അവരോട് പറയും, നിങ്ങൾ എത്രയും വേഗം തിരികെ സോൾ സൊസൈറ്റിയിലേക്ക് എത്തണം. ഐസോയുടെ സഹായത്താൽ അരങ്കാസ് അവർ ഭയങ്കരമായിട്ട് പവർഫുൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. സോ ഏത് നിമിഷം വേണമെങ്കിലും അവർ സോൾ സൊസൈറ്റിയെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളെ ഇപ്പോൾ ആവശ്യം ഇവിടെയാണ്. അത് കേട്ട് സോൾ റിപ്പർ ക്യാപ്റ്റൻസ് അവർ ഷോക്കാവും. റുക്കിയയ്ക്കാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. സോൾ റിപ്പർ ക്യാപ്റ്റൻസ് ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാതെ ഇപ്പൊ കോൾ ഡിസ്കണക്ട് ചെയ്യും. ഉടനെ സെറാക്കിയെയും ക്യാപ്റ്റൻ കുച്ചിക്കയെയും ഇപ്പൊ ബാക്കിയുള്ള ക്യാപ്റ്റൻസിനെ ഫോഴ്സ്ഫുള്ളി തിരികെ സോൾ സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകാനായി ഹ്യൂമൻ വേൾഡിലേക്ക് അയക്കും. സോൾ റീപ്പർ ക്യാപ്റ്റൻസ് ആണെങ്കിൽ ഇപ്പോൾ രണ്ടുപേരെയും കണ്ട് ഷോക്ക് ആവുകയാണ്. അവരോട് ഫൈറ്റ് ചെയ്ത് മല്ലിട്ട് ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് അവരെ കൊണ്ടാവില്ല. ഹീറോ ആണെങ്കിൽ ആ സീനിയർ ഹെഡ് ക്യാപ്റ്റനോട് ഇപ്പൊ റിക്വസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആള് ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ പറഞ്ഞ് അവനെ നൈസായിട്ട് ഡൈവേർട്ട് ചെയ്ത് നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഐസോയെ അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് കോൾ എൻഡ് ചെയ്യിപ്പിക്കും. വേറെ വഴിയില്ലാതെ ഇപ്പൊ സോൾ റീപ്പർ ക്യാപ്റ്റൻസ് അവരും ഹ്യൂമൻ വേൾഡിൽ നിന്ന് പോവാൻ തയ്യാറെടുക്കുകയാണ്. ഒക്കെയാണെങ്കിൽ ആ സീനിയർ ക്യാപ്റ്റൻ മൊട്ടയോട് വല്ലാത്തൊരു ദേഷ്യം തോന്നും. കാരണം ഇത്തരത്തില് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. അവളാണെങ്കിൽ വിഷമത്തിൽ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. കട്ട് ചെയ്ത ടാക്സുമി അവളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇപ്പോ ആ ഒരു സിറ്റി മുഴുവൻ കയറി ഇറങ്ങി അന്വേഷിക്കുകയാണ്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒർഹിബയെ അവളെ കാണാനില്ല. ടാക്സുമി ആണെങ്കിൽ ഒർഹിബയും ടാക്സുമിയും അവർ രണ്ടുപേരും എപ്പോഴും ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും വളരെ കാര്യമായിട്ട് പരിശോധിക്കും. അവിടെ എവിടെയും ഒർഹിബ വന്നതായിട്ട് യാതൊരു അടയാളവും ഇല്ല. ഒരുപാട് പേരോട് അന്വേഷിച്ചിട്ടും അവളെക്കുറിച്ച് യാതൊരു സൂചനയും ടാക്സുമിക്ക് കിട്ടില്ല. കട്ട് ചെയ്ത ഇവിടെ ഹീറോ അവനാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് വലിയൊരു ദുഃഖത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഒർഹിബയോട് അവനും ഒരു പ്രത്യേക സ്നേഹമുണ്ട്. പക്ഷേ അവളുടെ പ്രയാസം മനസ്സിലാക്കാനും
അവളെ പ്രൊട്ടക്ട് ചെയ്യാനും കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധം അതവനെ വല്ലാതെ തളർത്തുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവനങ്ങനെ ശോകമൂകനായിരിക്കും. അവന്റെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ റൂമിലേക്ക് വരും. അവൻ അവരെ പോലും മൈൻഡ് ചെയ്യില്ല. അവന്റെ മനസ്സിലെ വേദന എന്താണെന്ന് അവന്റെ സിസ്റ്റേഴ്സ് അവർ തിരിച്ചറിയും. അവർക്കും അവനെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ഹീറോ ആണെങ്കിൽ മനസ്സില്ലാ മനസ്സോട് കൂടെ അവന്റെ ക്ലാസ്സിലേക്ക് വരികയാണ്. ഹീറോയെ കാണേണ്ട താമസം അവന്റെ ടീച്ചർ അച്ചരം പൊച്ചരം അവനെ ചീത്ത പറയും. കാരണം ഹീറോ അവൻ ക്ലാസ്സിലേക്ക് വന്നിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. ലോങ് ലീവ് എടുത്തതുകൊണ്ട് തന്നെ ടീച്ചർ ആണെങ്കിൽ ഹീറോയ്ക്ക് നേരെ ഒരുപാട് ഷൗട്ട് ചെയ്യും. അവരോടും ആൻസർ ഒന്നും പറയാൻ കഴിയാതെ ഹീറോ പകച്ചു നിൽക്കും. ഇച്ചിഗോ ആണെങ്കിൽ അങ്ങനെ സാഡ് ആയിട്ടിരിക്കുന്നത് കണ്ട് അവന്റെ ഫ്രണ്ട്സും ടീച്ചറും അവരെല്ലാവരും അത്ഭുതത്തോടു കൂടെ ഇച്ചിഗോയെ തന്നെ നോക്കും. അതിനുശേഷം ലഞ്ച് ടൈമിൽ ഹീറോ നൊറിഹിബയെ കുറിച്ച് തന്നെ ആലോചിച്ച് പുറത്തേക്ക് വരികയാണ്. ഹീറോയുടെ ഫ്രണ്ട് ആണെങ്കിൽ അവന്റെ മൂഡൊക്കെ ചേഞ്ച് ചെയ്യാൻ ടോക്കറിയൊക്കെ കാണിച്ച് അവന്റെ അടുത്തേക്ക് വരും. പക്ഷെ ഹീറോയ്ക്ക് ഇത് കണ്ടൊന്നും അവന്റെ മനസ്സിന് യാതൊരു ആശ്വാസവും സന്തോഷവും ഒന്നും തന്നെ കിട്ടില്ല. ഉടനെ ടാക്സിമി അവൾ അവിടേക്ക് വന്ന് നൊറിഹിബയെ കാണാനില്ലാത്ത കാര്യം ഇച്ചിഗോയോട് പറയും. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. അവളെ കാണാതായിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞാൻ ഈ സിറ്റി മുഴുവൻ അവളെ അന്വേഷിച്ച് നടന്നു. പക്ഷെ എവിടെ നിന്നും അവളെ കണ്ടെത്താനായില്ലെന്ന് മാത്രമല്ല അവളെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും കിട്ടിയില്ല. ഹീറോ ആണെങ്കിൽ അവളുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരം പറയാതെ മുഖം തിരിഞ്ഞു നിൽക്കും. അതിന് ടാക്സിമി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് അവളെക്കുറിച്ച് ഓർത്ത് യാതൊരു ടെൻഷനും ഇല്ലേ? അവളെ കാണാനില്ലാന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം വരെ അവളുടെ പവർ അത് ഞാൻ സെൻസ് ചെയ്തതാണ്. അതിനുശേഷം എനിക്ക് അവളുടെ പവർ സെൻസ് ചെയ്യാനോ അവളെ കാണാനോ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട് അവളെ ആരോ കടത്തിക്കൊണ്ടുപോയി. അവളിപ്പോ ഈ ഹ്യൂമൻ വേൾഡിലില്ല. അവൾക്ക് എന്തോ സംഭവിച്ചു. എത്രയും വേഗം അവളെ കണ്ടെത്താൻ എന്തെങ്കിലും ചെയ്യണം. ഹീറോ ആണെങ്കിൽ ടാക്സിമി പറയുന്നത് കേട്ട് അങ്ങനെ ഷോക്കാവും. കാരണം ടാക്സിമി ആണെങ്കിൽ ഇൻഡയറക്ട്ലി ആണെങ്കിലും ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ വീണ്ടും മൗനം പാലിക്കുന്ന കണ്ട ടാക്സിമിയുടെ കൺട്രോൾ പോവും. അവളാണെങ്കിൽ ഹീറോയെ പിടിച്ചു വലിച്ച്, സത്യം പറയും ഒർഹിബ എവിടെ? എനിക്കറിയാം അവൾ നീ അറിയാതെ എവിടേക്കും പോവില്ല. ലാസ്റ്റ് ടൈം നീയും ആ മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ഉണ്ടായില്ലേ, അതും ഒർഹിബയുടെ മിസ്സിങ്ങുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവളിപ്പോ ഹീറോയെ അച്ചറം പൊച്ചറം ഇടിക്കും. ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും റിയാക്ട് ചെയ്യാതെ ആ തല്ല് മുഴുവൻ വാങ്ങിക്കുകയാണ്. അവളെ തടയാനോ മറുപടി പറയാനോ അവൻ നിൽക്കില്ല. ഫൈറ്റ് ഒരു ലെവലിലെത്തി കഴിയുമ്പോൾ ഹീറോ അവളുടെ കൈ രണ്ടും പിടിച്ചു വലിച്ച് അവളൊരു ഭാഗത്തേക്കിടും. അതിനുശേഷം അവിടുന്ന് കടന്നു പോകും. ടാക്സിമി ഒരിക്കലും ഒർഹിബയ്ക്ക് പറ്റിയ കാര്യം അതറിഞ്ഞ് വിഷമിക്കാൻ പാടില്ല എന്ന് ഹീറോയ്ക്ക് നിർബന്ധമായിരുന്നു. ആ ഒരേ കാരണത്താൽ മാത്രമാണ് അവൻ ആ രഹസ്യങ്ങളൊന്നും അവളോട് പറയാതിരുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോ സാക്ഷാൽ ഉറഹറ ആളാണെങ്കിൽ ഹീറോയെ കാണാനായിട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. ഉറഹറയാണെങ്കിൽ ഹീറോയോട് പറയും, നിന്റെ സംശയം അത് ശരിയാണ്. തീർച്ചയായിട്ടും ഐസൻ തന്നെയായിരിക്കും ഒർഹിബയെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയത്. അവന് ഒർഹിബയെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുണ്ട്. മാത്രമല്ല എനിക്ക് എന്റെ പവർ ഉപയോഗിച്ച് സോൾ സൊസൈറ്റിയിലേക്കുള്ള ആ ഒരു പോർട്ടൽ അത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നത് പോലെ തന്നെ ഹോളോ വേൾഡിലേക്കുള്ള പോർട്ടൽ അത് ഓപ്പൺ ചെയ്ത് അവിടേക്കും പോകാനായിട്ട് കഴിയും. ഐസൻ ഓൾറെഡി ഒർഹിബയുടെ മേലെ ഒരു കണ്ണുണ്ടായിരുന്നുവെന്ന് എനിക്ക് മുൻപേ മനസ്സിലായതാണ്. അതുകൊണ്ടാണ് റുക്കിയുടെ കൂടെ അവളെ ഞാൻ സോൾ സൊസൈറ്റിയിലേക്ക് അയച്ചത്. പക്ഷേ അതിബുദ്ധിമാനായ ഐസൻ ഇവിടെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് അവളെ ഇവിടേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനു മുൻപേ അവളെ ഹോലോ വേൾഡിലേക്ക് കൊണ്ടുപോയി. അത് കേട്ട് ഇച്ചിഗോ ആണെങ്കിൽ എത്രയും വേഗം ആ ഹോലോ വേൾഡിലേക്ക് പോകണമെന്ന് പറയും. അത് കേട്ട് വന്ന നമ്മുടെ മുടിയൻ അവനും ഹീറോയോടൊപ്പം ഹോലോ വേൾഡിലേക്ക് പോകണമെന്ന് വാശി പിടിക്കും. പക്ഷെ ഹീറോ ആണെങ്കിൽ അതിനനുവദിക്കില്ല. ഇത് കേട്ട് കലിയിളകിയ മുടിയൻ കൈ ചുരുട്ടി ഹീറോയെ ആഞ്ഞടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.